പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അർദ്ധരാത്രിയിൽ ഇൻസ്റ്റ റീലുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. അടിക്കടി റീലുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ കഴിഞ്ഞ 13 വർഷമായി ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു നറേറ്റീവ്, ഒരു കഥ, അത് മാത്രമായിരുന്നു ഇന്ത്യൻ പൊതുബോധത്തെ നിയന്ത്രിച്ചിരുന്നത്. ഗവൺമെൻറ്റിൻ്റെ നറേറ്റീവ് എന്തോ അത് മാത്രം കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ടെലിവിഷൻ ചാനലുകൾ മത്സരിച്ചു കൊണ്ടിരുന്നു. ഒരു കഥ, ഒരു നറേറ്റീവ്, ഒരു രാഷ്ട്രീയ പാർട്ടി, ഇത് മാത്രമായിരുന്നു ഇന്ത്യൻ പൊതുബോധത്തെ ഇക്കാലമത്രയും നിയന്ത്രിച്ചത്. BJPയുടെ IT സെൽ പടച്ചുവിടുന്നത് ട്രോൾ സൈന്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. വസ്തുതാ പരിശോധനയ്ക്ക് മുമ്പ്, വാസ്തവം ജനങ്ങൾ അറിയുന്നതിന് മുമ്പ് BJP പടച്ചുവിടുന്ന നറേറ്റീവുകൾ ജനമനസ്സുകളെ സ്വാധീനിച്ചു. എന്നാൽ 3 ആഴ്ച കൊണ്ട് 13 വർഷത്തെ BJPയുടെ നറേറ്റീവുകളെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് CJP. ചിത്രം ആകെ മാറിയത് 3 ആഴ്ചകൾ കൊണ്ടാണ്. ഇത്തരം ഒരു മാറ്റം സംഭവിച്ചത് പ്രതിപക്ഷം പെട്ടെന്ന് ശക്തരായതുകൊണ്ടല്ല, ഭരിക്കുന്ന പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ടുമല്ല. വെസ്റ്റ് ബംഗാളിൽ അടുത്ത് നടന്ന ഇലക്ഷനിൽ പോലും BJP ജയിച്ചു നിൽക്കുകയാണ്. മറിച്ച് ഇന്ത്യയിലെ ജെൻ സി BJPയുടെ കഥകൾ പൊളിക്കാനും പുതിയ കഥകൾ നിർമ്മിക്കാനും തയ്യാറായിരിക്കുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ നെറേറ്റീവുകളെ പൊളിച്ചുകൊണ്ട് അവർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുടെ കൈവശം ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല, അവരുടെ കൈവശം ഉണ്ടായിരുന്നത് സ്മാർട്ട് ഫോണുകളായിരുന്നു. ആ ഫോണുകൾ ഉപയോഗിച്ച് അവർ നടത്തിയത് പുതിയ ഒരു രാഷ്ട്രീയ യുദ്ധമായിരുന്നു. പ്രചരണങ്ങൾക്ക് അവർ മറുപടി നൽകി, മീമുകൾ ഉപയോഗിച്ചു, വീഡിയോകൾ നിർമ്മിച്ചു. ആക്രമണം മാത്രം അറിയുന്ന ഭരണകൂട സംവിധാനത്തെ BJPയെ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടു. രാജ്യം അത്ഭുതകരമായ മാറ്റം കണ്ടു തുടങ്ങി. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്നു. വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന ആക്രമണങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ ഡിജിറ്റൽ ലോകം പുതിയ യുദ്ധഭൂമിയായി മാറി. വർഷങ്ങളായി വിജയിച്ചു കൊണ്ടിരുന്ന പ്രചരണ തന്ത്രം ജെൻ സിക്ക് മുമ്പിൽ പരാജയപ്പെട്ടു. ഭരണകൂടം നേരിട്ടത് ഭയപ്പെടാത്ത ഒരു തലമുറയെയായിരുന്നു, നിശബ്ദരാകാൻ വിസമ്മതിച്ച ഒരു തലമുറയെ. ഡാറ്റ കൃത്യമായി മനസ്സിലാക്കുന്നവർക്ക് ഒരു കാര്യം വ്യക്തമാകും, ഡിജിറ്റൽ യുഗത്തിൻ്റെ പ്രാരംഭ യുഗത്തിലാണ് 2014 BJP അധികാരത്തിൽ വരുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും BJPയെ ഒരു ഡിജിറ്റൽ പാർട്ടിയാക്കി മാറ്റിയത് 2013 അന്ന് ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ചിരുന്നത് ഏകദേശം 23 കോടി ആളുകളായിരുന്നു. സോഷ്യൽ മീഡിയ അന്ന് വളർന്നു വരുന്ന ഘട്ടമാണ്. എന്നാൽ 2026 സ്ഥിതിയാകെ മാറിയിരിക്കുന്നു. 100 കോടിയിലധികം ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. ഏകദേശം 80 കോടി ആളുകൾ സ്മാർട്ട് ഫോണിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. മഹാഭൂരിപക്ഷവും യുവാക്കളാണ്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് അവരുടെ ജീവിതം. ടെലിവിഷൻ ചാനലിൽ നടക്കുന്ന ഡിബേറ്റുകൾ അവർ ശ്രദ്ധിക്കാറില്ല. രാത്രിയിലെ ഡിബേറ്റ് തുടങ്ങും മുമ്പ് അവർ വീഡിയോകൾ നിർമ്മിച്ചിരിക്കും, മീമുകൾ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കും, ഫാക്റ്റുകൾ അവർ പരിശോധിച്ച് കഴിഞ്ഞിരിക്കും, സ്വന്തം അഭിപ്രായം രൂപപ്പെടുത്തിയിരിക്കും. ഇതാണ് യഥാർത്ഥ കഥ. 2013 BJPയുടെ ഡിജിറ്റൽ രാഷ്ട്രീയ തന്ത്രം വലിയ വിജയമായിരുന്നു. അന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിരുന്നത് 23 കോടി ജനങ്ങൾ മാത്രമായിരുന്നു. അന്നത്തെ രാഷ്ട്രീയ യുദ്ധം ടെലിവിഷൻ ചാനലിലും ഫേസ്ബുക്കിലും മാത്രമായിരുന്നു. ആ യുദ്ധത്തിൽ BJP വിജയിച്ചു. സമയം ഒരിക്കലും നിശ്ചലമായി നിൽക്കില്ല. ഇന്ത്യ മാറിക്കഴിഞ്ഞു. 100 കോടിയിലധികം ആളുകളാണ് ഇൻ്റർനെറ്റ് ഉപഭോക്താക്കൾ. അതിൽ മഹാഭൂരിഭാഗവും യുവാക്കളാണ്. അവർ പത്രം വായിക്കുകയോ ടെലിവിഷൻ ചർച്ചകൾ കാണുകയോ ചെയ്യാറില്ല. റീൽസ്, ഷോർട്സ്, മീമുകൾ, ലൈവ് വീഡിയോകൾ, അതാണ് അവരുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ജെൻ സിയിലെ മുതിർന്നവർക്ക് പോലും 2014 വോട്ടുണ്ടായിരുന്നില്ല. 2019 അവർ ചിലർ മാത്രമാണ് വോട്ട് ചെയ്തത്. 2024 ജെൻ സി യുവാക്കളിൽപ്പെട്ട പലർക്കും വോട്ടവകാശമുണ്ടായി. അവർ ആദ്യമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. അബ് കി ബാർ 400 പാർ എന്ന് പറഞ്ഞിറങ്ങിയ BJPയെ 240 സീറ്റുകളിലേക്ക് ഒതുക്കാൻ ജെൻ സിക്ക് അന്ന് തന്നെ സാധിച്ചിരുന്നു.
26 ആ ജൻസിയിൽ മഹാഭൂരിപക്ഷവും 24 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ള യുവാക്കളാണ്. ഇന്ത്യൻ യുവത ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഡിജിറ്റൽ സംഭാഷണങ്ങളിലും ഏറ്റവും ശക്തമായ ശബ്ദമായി മാറി. അതാണ് രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെ തെറ്റിച്ച നിശബ്ദ വിപ്ലവം. മില്ലേനിയൽ തലമുറ BJP സർക്കാരിനെ UPA സർക്കാരുമായി താരതമ്യം ചെയ്തു. എന്നാൽ ജെൻസിക്ക് UPA ഭരണം പരിചയമുണ്ടായിരുന്നില്ല. അവർക്ക് 2014 മുതലുള്ള മോദി ഭരണം മാത്രമാണ് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത്. അവരുടെ ഓർമ്മകളിൽ മിക്കവാറും ഒരു പ്രധാനമന്ത്രി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് നരേന്ദ്രമോദിയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ പുതിയ മുദ്രാവാക്യം. ടെലിവിഷൻ തുറന്നാൽ മോദിയുടെ പ്രസംഗം, മൊബൈൽ തുറന്നാൽ മോദിയുടെ പ്രചരണ വീഡിയോ, സോഷ്യൽ മീഡിയ, ന്യൂസ് ചാനലുകൾ, പരസ്യങ്ങൾ, എവിടെയും ഒരേ മുഖം. ഈ തലമുറക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖം നരേന്ദ്രമോദി മാത്രമായിരുന്നു. എന്നാൽ പുറത്തുള്ള ജീവിതം ദുസ്സഹമായിരുന്നു. അവർ പഠിച്ച് മുന്നേറണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അവരുടെ പരീക്ഷകൾ നിരന്തരം മാറ്റിവെക്കുന്ന രീതിയിൽ പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നുകൊണ്ടിരുന്നു. അവരുടെ കരിയർ സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങുന്നത് അവർ നേരിട്ട് കണ്ടു. വാഗ്ദാനങ്ങൾ പറയുന്ന ജുംലകൾ അവർ വിശ്വസിച്ചില്ല. അവരുടെ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോരുന്നതിനെപ്പറ്റി ആശങ്കപ്പെട്ടു. എന്തുകൊണ്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്ന ചോദ്യം അവർക്കിടയിൽ നിന്ന് ഉയർന്നു. ഞങ്ങളെ ആരും കേൾക്കുന്നില്ല എന്ന പരിഭവം അവർക്കുണ്ടായി. മൻ കി ബാത്തുകൾ കൊണ്ട് അവരെ അടക്കാൻ കഴിയുമായിരുന്നില്ല. യുവാക്കൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവരുടെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നവർക്ക് ബോധ്യമായി.